വാൽപ്പാറയിലെ 9 പേരുടെ മരണത്തിനിടയാക്കിയ ആ ഒരു ട്രാവലർ ഡ്രൈവറാണിത്. ഈ മുഹമ്മദ് ഫായിസ്, 21 വയസ്സുള്ള ഒരു യുവാവ്. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം, ആ അപകടം നടക്കുന്നൊരു സമയത്ത് ഈ വാഹനം ഓടിച്ചിരുന്നത് 21 വയസ്സുള്ള ഈ ഡ്രൈവറല്ല. ഒരുപാട് ആളുകളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ 21 വയസ്സുള്ള ഈ ഡ്രൈവറൊക്കെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ വണ്ടി ഓടിച്ചത്, അവൻ്റെ പരിചയക്കുറവല്ലേ അപകടത്തിന് കാരണം. ആ ഡ്രൈവർ ഒരുപാട് പഴി പറയുന്നത് കണ്ടു. പാവം ആ ഡ്രൈവർ അപകടനില ഇനിയും തരണം ചെയ്തിട്ടില്ല, ചികിത്സയിലാണ്. സത്യത്തിൽ ഈ വാഹനം അപകട സമയത്ത് ഓടിച്ചിരുന്നത് 39 വയസ്സുള്ള ആ സ്കൂളിലെ ഡ്രൈവറാണ്. അദ്ദേഹവും ഇതുപോലെ പരിക്കേറ്റ് ചികിത്സയിലാണ്. പക്ഷെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, അവിടുത്തെ തമിഴ്നാട് RDOയുടെ കണ്ടെത്തൽ, ഈ അപകടം നടക്കുന്നതിന് കുറച്ച് മുൻപ് ഇവരൊരു ഭാഗത്ത് ചെരുവിൻ്റെ ഈ ഒരു ചുരത്തിൻ്റെ ഒരു ഭാഗത്ത് ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചായയൊക്കെ കുടിക്കുകയും ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് കയറുമ്പോൾ ആ ഒരു അപകടം നിറഞ്ഞൊരു മേഖല ആയതുകൊണ്ട് തന്നെ ആവണം 39 വയസ്സുള്ള സ്കൂളിൻ്റെ വാഹനത്തിന് ഡ്രൈവറായ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആണ് ഈ വാഹനം ഓടിച്ച സമയത്താണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ അപകടത്തിൻ്റെ കാരണം ബ്രേക്ക് ചൂടായതാണോ, അതിന് മാത്രം ഒരു ബ്രേക്ക് ഇടേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ഇനി വല്ല സാങ്കേതിക തകരാറാണോ എന്ന് പരിശോധിക്കാൻ പോലും ആ വാഹനം ഒന്നിനും പറ്റാത്ത വെറും ചവറ് കൂനയായിട്ട് മാറി. ആ ഒരു താഴ്ചയിലേക്ക് വീണപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണാം, ആ അപകടം നടന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അപകടത്തിന് ശേഷം എടുത്ത ഒരു വീഡിയോ ആണ്. ഇതാ ഇവിടെ നിന്നാണ് ആ ഒരു വാഹനം എന്ത് ചെയ്തത്, താഴേക്ക് മറിയുന്നത്. അപ്പം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ഇനി ഇതിലൂടെ പോകുന്നൊരു പക്ഷേ വാഹനങ്ങൾ ഈ സംഭവം തന്നെ മറന്നേക്കാം. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം, ഈ ഒരു അപകട സമയത്ത് ഈ വാഹനം ഓടിച്ചിരുന്ന ഒരാൾ, ആ ഫായിസ് എന്ന പേരുള്ള നിലവിൽ ആ ടാക്സി ആ ഒരു ട്രാവൽ ഡ്രൈവർ അല്ല എന്നുള്ളതാണ്. ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകൾ കണ്ടു. നമ്മുടെ പ്രായം അല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, പ്രായം എക്സ്പീരിയൻസിന് ഒരു ഘടകം തന്നെയാണ്. ഡ്രൈവിങ്ങിൽ നല്ല എക്സ്പേർട്ടായ ആളാണ് ഈ ഒരു ഡ്രൈവർ. പക്ഷേ എന്ത് ചെയ്യാം, ദൈവത്തിൻ്റെ ഒരു വിധി, മറ്റൊന്നും അതിന് പറയാനില്ല. 9 പേരുടെ ജീവൻ നമുക്ക് ആർക്കും തിരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. പക്ഷെ അതിൻ്റെ പേരിൽ, അപകടമുണ്ടായതിൻ്റെ പേരിൽ ജീവിച്ചിരിക്കുന്ന പരിക്കേറ്റ ആളുകളെ ഇനിയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുന്നത് എന്തല്ല, മാനുഷികമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. യാത്രയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല വാഹനങ്ങളാവുക, കണ്ടീഷനുള്ള വാഹനങ്ങൾ സ്വീകരിക്കുക, ടയറുകൾ നല്ലതല്ലെങ്കിൽ അത് മാറ്റുക, ചുരം പോലെയുള്ള അപകടം നിറഞ്ഞ മേഖലയിൽ പോകുമ്പോൾ എക്സ്പേർട്ടായ ഡ്രൈവർമാരെ സ്വീകരിക്കാം, മെച്ചപ്പെട്ട വാഹനങ്ങളാവുക. പിന്നെ എങ്ങനെയാണോ നമ്മൾ കയറ്റം കയറുമ്പോൾ ഏത് ഗിയറിലാണോ ഉള്ളതെങ്കിൽ അതേ ഗിയറിൽ തന്നെയാണ് കയറ്റം ഇറങ്ങുമ്പോഴും ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ്.